രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന കേസിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. ലൈംഗിക വൈകൃത കുറ്റവാളികളെ ന്യായീകരിക്കുന്നത് നാട് അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമെന്ന KPC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ ആരോപണത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ആ പ്രതികരണങ്ങളിലേക്ക്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പ്രേരിതമാണ് പരാതി. അങ്ങനെയും വിലയിരുത്താം. എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? എന്തായിരുന്നു? ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് അയച്ചു. ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. അതേസമയം CPM-ലെ സ്ത്രീലമ്പടന്മാരെ മുഖ്യമന്ത്രി ആദ്യം നിലയ്ക്ക് നിർത്തട്ടെ എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. KPCC പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി DGPക്ക് കൊടുത്തു. അതാണ് ഞങ്ങളും മുഖ്യമന്ത്രി തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ KPCCക്ക് കിട്ടിയ ആ നിമിഷം KPCC പ്രസിഡന്റ് DGPക്ക് ഫോർവേഡ് ചെയ്തല്ലോ. ഒരു മുൻ MLA-ക്കെതിരെ, ഒരു CPM മുൻ MLA-ക്കെതിരെ പരാതി കിട്ടിയിട്ട് 14 ദിവസം കൈവച്ചുകൊണ്ടിരിക്കുന്ന ആളായി ഞങ്ങൾക്കെതിരെ ഈ വർത്താനം പറയുന്നത്. നിങ്ങൾ അതുകൂടെയൊക്കെ ഒന്ന് കാണണം. ശ്രീപീഡനത്തിന് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചിരിക്കുന്ന ആളിനെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഈ വർത്താനം പറയുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും ശബരിമല സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചയായി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDF-ന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ചരിത്ര വിജയം LDF-ന് സമ്മാനിക്കും എന്ന പ്രതീക്ഷയാണ് നൽകുന്നത്. UDF-ന്റെ കേന്ദ്രങ്ങളെന്ന് സാധാരണ കണക്കാക്കുന്ന തദ്ദേശ സ്വയംഭരണ അതിർത്തികളടക്കം ഇത്തവണ LDF-നെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇതേവരെയുള്ള അനുഭവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ മികവാർന്ന വിജയത്തിലേക്ക് LDF കുതിക്കുന്ന കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള വലിയൊരു ജനവിധി ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രചരണം നടത്തിയത്. അതിൽ വലിയ വിജയം പ്രതീക്ഷിക്കുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് ശബരിമലയിലെ കൊള്ളയിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തിരികെ പിടിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങൾ ഇതിൽ വലിയ പ്രതിഷേധമുള്ളവരാണ്. വിലക്കയറ്റം, കാർഷിക മേഖലയുടെ തകർച്ച, തൊഴിലില്ലായ്മ, അക്രമ രാഷ്ട്രീയം, വന്യമൃഗശല്യം, തീരദേശ മേഖലയുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം തന്നെ അഴിമതി, ഇതെല്ലാം തന്നെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.